ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വിഭവമായ നല്ല എരിവും പുളിയുമുള്ള കുടംപുളിയിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. ഈ രീതിയിൽ ഏത് മീൻ വേണമെങ്കിലും വെച്ച് നമുക്ക് മീൻകറി തയ്യാറാക്കാവുന്നതാണ്. മീൻകറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വളരെ കുറച്ച് അരച്ചാൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്കിനി മീൻകറി തയ്യാറാക്കാം. ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി കനം കുറച്ചരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടു വരുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ആക്കി ഒരു 2 മിനിറ്റ് വെളിച്ചെണ്ണയിലിട്ട് അരപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. അരപ്പ് മൂത്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. കുറച്ച് ലൂസായിട്ടാണ് തേങ്ങാപ്പാൽ വേണ്ടത്, കട്ടിപ്പാലല്ല. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് അരപ്പുമായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് കൂടി ചേർത്ത് കറി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ മീനുണ്ട്. ഏത് തരം മീൻ വേണമെങ്കിലും എടുക്കാം. കുടംപുളിയുടെ അളവ് മീനിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും കേട്ടോ. കുറച്ച് കട്ടിയുള്ള മീനിന് പുളി അത്യാവശ്യം വേണം. അയല പോലുള്ള മീനാണെങ്കിൽ 1-2 പീസൊക്കെ മതി കേട്ടോ കുടംപുളി. അതുപോലെ മീൻ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചാൽ മതി. തവിയോ സ്പൂണോ ഇട്ടൊന്നും ഇളക്കരുത് കേട്ടോ. കറി തിളച്ചു വരുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കി മൂടി വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറ് വരും. ഇപ്പോൾ കറി ഒന്ന് കുറുകി മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഉള്ളി കാച്ചിയിടാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ മീൻകറിയിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മീൻകറി തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്